ഒന്ന് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം പുറത്തു പറയാൻ ആളുകൾക്ക് ഭയങ്കര മടിയാണ്. എനിക്കൊരു തലവേദന വന്നു എന്നതുകൊണ്ട് ഞാൻ സ്ട്രോങ് അല്ല എന്നാണോ അർത്ഥം? മാനസികമായി ഒരാൾക്കൊരു പ്രശ്നമുള്ളതിനെ എന്തോ വലിയ അപരാധമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം. ആ പ്രശ്നങ്ങളെ അവർ നേരിടാൻ തുടങ്ങുമ്പോൾ അവർ കൂടുതൽ ശക്തന്മാരാകുമെന്നൊരു യാഥാർത്ഥ്യം. നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മുടെ ഡെയിലി ലൈഫുകളിൽ നമ്മുടെ കൂടെ ഉള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ആരോഗ്യം നല്ലോണം നോക്കണം കേട്ടോ. ഇങ്ങനെ ഒരു കൺസേൺ പോലെ അവരുടെ അടുത്ത് പറയാറുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ പറ്റിയും അല്ലെങ്കിൽ നമ്മൾ ഷുഗർ നോക്കണം, ഡയബറ്റിസ് നോക്കണം, കൊളസ്ട്രോൾ നോക്കണം എന്നൊക്കെ നമ്മൾ പറയും. ഇതെല്ലാം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരാളും ഒരു മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്ത് പലപ്പോഴും പറഞ്ഞും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും സാർ ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് മെന്റൽ ഹെൽത്തിന് കൊടുക്കണ്ടേ? നമ്മൾ 100% അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ആളുകൾ അത് ചെയ്യാറില്ല എന്നാണ്. കാരണം നമുക്ക് കാണുന്ന കാര്യങ്ങളോടെ താല്പര്യമുള്ളൂ. ഈ ബോഡി വിസിബിൾ ആയതുകൊണ്ട് നമുക്ക് അതിനോട് ഭയങ്കര കൺസേൺ ആണ്. നമ്മൾ പറയില്ലേ, മേക്കപ്പിന് വേണ്ടി ചെലവാക്കുന്ന പൈസ ഇന്നർ സ്ട്രെങ്ത്തിന് വേണ്ടി ചെലവാക്കാറുണ്ടോ? അതായത് ഒരു പുസ്തകം വായിക്കുക, ഒരു നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, ഒരു നല്ല വീഡിയോ കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നർ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യില്ല. എന്നാൽ പുറത്ത് മേക്കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വസ്ത്രത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പൈസ മുടക്കും. കാരണം നമുക്ക് എക്സ്റ്റേണലിനോടാണ്, അതിനെ പൊലിപ്പിക്കാനാണ് താല്പര്യം, ഇൻ്റർണലായ കാര്യം. എന്നാൽ വലിയൊരു സത്യം എന്താ ചോദിച്ചാൽ, ഈ എക്സ്റ്റേണൽ സാധനത്തിനെ ഉണ്ടാക്കുന്നതേ ഇൻ്റർണലാണ്. അകത്ത് സമാധാനമില്ലാതെ പുറത്ത് നിങ്ങൾ എത്ര സുന്ദരിയായി നല്ല വസ്ത്രം ധരിച്ച് നടന്നിട്ട് എന്താ കാര്യം? എന്തുകൊണ്ടാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്? ആളുകൾ എത്രയോ സുന്ദരന്മാർ, എത്രയോ സുന്ദരിമാർ, എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, നല്ല ഡെസിഗ്നേഷനുള്ള ആളുകൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്നർ ബ്യൂട്ടി അല്ലെങ്കിൽ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ പോയി. നിങ്ങൾ ചോദിച്ച ഭാഷയിൽ പറഞ്ഞാൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാതെ പോയി എന്നതാണ്. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടിനും തുല്യമായ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല. വയറുവേദന എടുത്താൽ ഏത് ഡോക്ടറോ ഇപ്പോൾ കാണണം എന്ന് നമ്മൾക്കറിയാം. ഇല്ലെങ്കിൽ തലവേദനയാണെങ്കിൽ, കണ്ണിനൊരു പ്രോബ്ലം ആണെങ്കിൽ ഏത് ഡോക്ടറെ കാണണം, ആ ഡോക്ടറെ കാണാൻ പോയി. ഇപ്പം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ കണ്ണാസ്പത്രി പോയതാണ്, കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ട് കാണാൻ പോയതാണ് എന്ന് നിങ്ങൾ പറയും. എന്നാൽ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എവിടെ പോയിട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയതാണ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയിട്ട് വരണതാണെന്ന് ഒരാളും പറയില്ല. കാരണം ഈ സമൂഹത്തിൽ മാനസികമായി ഒരാൾക്കൊരു പ്രശ്നമുള്ളതിനെ എന്തോ വലിയ അപരാധമായിട്ടാണ് കാണുക. വയറുവേദനയുള്ള പോലെ, തലവേദനയുള്ള പോലെ, കണ്ണിനൊരു പ്രോബ്ലം ഉള്ള പോലെ മനസ്സിനും മനുഷ്യന്മാർക്ക് പ്രോബ്ലം ഉണ്ടാകുമെന്നും അതിന് അതിൻ്റേതായ ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നും ഒരു ബോധം മനുഷ്യന് അനിവാര്യമാണ്. സ്റ്റിൽ അതൊരു സ്റ്റിഗ്മയാണ് മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ണിലൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ റോട്ടിൽ പോണ ആളുകളോടുള്ള അഭിപ്രായം ചോദിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോത്സ്യനോട് ചെന്നല്ല കണ്ണിൻ്റെ പ്രോബ്ലം ചോദിക്കുക. കണ്ണിൻ്റെ പ്രോബ്ലത്തിന് കണ്ണാസ്പത്രിയിൽ പോയി കണ്ണിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഡോക്ടറെ കാണും. അതുപോലെ തന്നെയാണ് മനസ്സിനൊരു പ്രശ്നം വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ എന്നെയൊക്കെ വിളിച്ച് ചോദിക്കും, സാറേ ഒരു കൗൺസിലിംഗ് തരാമോ എന്ന്. ഞാൻ ചോദിക്കുക, എങ്ങനെ നിങ്ങൾ എന്നെ ചോദിക്കുന്നത്? നിങ്ങൾ വയറുവേദന വന്ന റോട്ടിൽ പോണ ആളോടാണ് അഭിപ്രായം ചോദിക്കുന്നത്? ഞാനതിലൊരു സ്പെഷ്യലിസ്റ്റ് അല്ല. നിങ്ങൾ അതിനൊരു സൈക്കോളജിസ്റ്റിനെയാണ് പോയി കാണേണ്ടത്, ഇല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. അതിന് പഠിച്ച റെസ്പോൺസിബിളായ ആളുകളെയാണ് കാണേണ്ടത്. അതായത് പൊതുവെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു കോൺഫ്ലിക്റ്റുകൾ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് കാണേണ്ടതെന്നുള്ള രീതിയിലുള്ള അവയർനെസ് ഇല്ലാത്തതാണ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, അല്ലേ? അതെ. ഒന്ന് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം പുറത്തു പറയാൻ ആളുകൾക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് ഭയങ്കരമായ ഒരു ഡിപ്രഷനുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് മാനസികമായ ഒരു സമാധാനമേ ഇല്ല, എനിക്ക് കുറേ മാസങ്ങളായി സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് ആളുകളോട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയും. അതിന് പരിഹരിക്കാൻ ഞാൻ ഏത് സൈക്കോളജിസ്റ്റിനെയാണോ സൈക്കാട്രിസ്റ്റിനെയാണോ കാണേണ്ടത്? ഇനി സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നതിനെ കുറിച്ചൊന്നും ഇത്രയും ഡെവലപ്ഡായി എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ പോലും
ഭയങ്കര അപരാധമാണ്. അതായത് നമ്മൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ വർക്ക് പ്ലേസുകളിലെല്ലാം മെന്റൽ ഹെൽത്ത് എന്നുള്ള കാര്യം നോർമലൈസ് ചെയ്യണം. അതിനെപ്പറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനെപ്പറ്റിയുള്ള സംസാരം എല്ലാം. ലൈക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാതെ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിനെ നോർമലൈസ് ചെയ്തിട്ടില്ല, ഈ ഒരു സംസാരം പോലും. ഒരു തവണ എന്നെ ഒരു സ്ത്രീ ഫോണിൽ വിളിച്ചു. അപ്പൊ അവർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നല്ല ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു. സാർ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ചിലപ്പോ ഒരു ചെറിയ തലവേദന വന്നു പോയി, അങ്ങനെയല്ല. ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട്. എന്നിട്ട് സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയുമ്പോൾ അയ്യോ അത് ഞാൻ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് പ്രോബ്ലം വന്നുമ്പോൾ ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണാറുണ്ട്. അത് ഒരു കുറവായിട്ട് ഞാൻ കാണുന്നേയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. കണ്ടോന്ന് ദൈവത്തിനറിയാം. അതായത് പനി വരുന്നുണ്ടെങ്കിൽ മരുന്ന് മേടിക്കാൻ നമ്മൾ പോകുന്ന പോലെ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾക്കത് ഡോക്ടറെ പോയി അല്ലെങ്കിൽ ഡോക്ടറല്ല, ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടുകൂടാ? അതല്ലേ ഇന്ന് വരെ ജീവിതത്തിൽ ഒരു പനിയും ഒരു തലവേദനയും ഒരു വയറുവേദനയും വരാത്ത ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. എത്ര ഹെൽത്തി മാനാണെങ്കിലും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഒരു നീർവീഴ്ചയൊക്കെ വരും. അതിന് നമ്മൾ ഒരാളെ കാണും, മരുന്ന് മേടിക്കും. അതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിച്ച ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ചുമ്മാ കഥ പറയരുത് ആളുകൾ. ഇത് എത്ര വലിയ ട്രെയിനർ ആയിക്കോട്ടെ, എത്ര സൈക്കോളജിസ്റ്റിന് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അത് പരിഹരിക്കപ്പെടേണ്ട ആളെ കണ്ട് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യണം. പൊതുവെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് നോക്കും. അതായത് ഈവൻ ഇഫ് നമ്മുടെ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും നമ്മളോട് എപ്പോഴും പറയുന്ന കാര്യം ബി സ്ട്രോങ് എന്നാണ്. എപ്പോഴും നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഈ ഒരു ടൈമിൽ അതായത് നിങ്ങൾ കരയാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഒരു ലീഡർ ആണെങ്കിൽ യു ഷുഡ് ഓൾവേസ് ബി സ്ട്രോങ്. നിങ്ങളുടെ താഴെ എംപ്ലോയീസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടതായിരിക്കണം കാണണ്ടേ. അങ്ങനെ കുറെ ഡോക്മസ് ഉണ്ടല്ലോ. അപ്പൊ ഈ മനഃപൂർവ്വം നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റുകളെ അഡ്രസ് ചെയ്യാതെ പോവല്ലേ നമ്മൾ ചെയ്യുന്നേ. അല്ല, സ്ട്രോങ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താന്ന് നിർവചിച്ചാൽ മതി. എനിക്കൊരു തലവേദന വന്നു എന്നതുകൊണ്ട് ഞാൻ സ്ട്രോങ് അല്ല എന്നാണോ അർത്ഥം? സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഒരാൾക്ക് ഒരു അസുഖം വരുന്നത്, ഒരു വയറുവേദന വന്നു, അപ്പൊ അയാൾ സ്ട്രോങ് അല്ല എന്നാണ് അർത്ഥം. മനുഷ്യന്മാർ എത്രയോ പ്രശ്നങ്ങൾ വന്നിട്ടും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ആളുകൾ. അപ്പൊ സ്ട്രോങ്നെസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ വരാതിരിക്കലല്ല, പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ സ്ട്രോങ് ആവുള്ളൂ. അത് ഫിസിക്കൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, അത് വരികയും നമ്മൾ അതിനെ ഫേസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആവുക എന്നാണ് എൻ്റെ വിശ്വാസം. ലോകത്ത് സ്ട്രോങ് ആവാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഫേസ് ദ പ്രോബ്ലംസ് എന്നതാണ്. ഇല്ല, ഞാൻ ചോദിക്കാൻ കാരണം പലപ്പോഴും പലരും ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ പോലും ഐ എം ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഐ എം നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാള് ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുവാണെങ്കിൽ നീ ഓക്കെ ആണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ ഓക്കെ അല്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. പക്ഷെ ഓക്കെ അല്ല എന്ന് പോലും പറയാൻ നമ്മൾ ശ്രമിക്കില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം കേട്ടോ. ഒന്ന്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാരണമാവാം. രണ്ടാമത്തെ ഒരു കാരണമാവാം, നമുക്കൊരു പ്രോബ്ലം ഉണ്ട് നാട്ടുകാരെ മുഴുവനും പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്കൊരു വയറുവേദനയുണ്ട്, ഞാൻ കാണുന്ന ആളുകളോടൊക്കെ എനിക്ക് വയറുവേദന ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വയറുവേദന ഉണ്ടെന്ന് പറയേണ്ട ആളുകളോട് പറയണം. ഇവിടെ അത് നടക്കുന്നില്ല എന്നതാണ് എൻ്റെ വിഷയം. അല്ലാണ്ട് എനിക്കൊരു മാനസിക ഇഷ്യൂ ഉണ്ട്, അത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ആക്കി ഇടണം എന്നൊന്നും ഞാൻ പറയില്ല. പകരം ആ മാനസിക ഇഷ്യൂ പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് എൻ്റെ നിത്യജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അത് പറയേണ്ട ഒരാളുണ്ട്. സൈക്കോളജിസ്റ്റോ സൈക്കോട്രിസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, അവരോട് ചെന്ന് പറയണം. അത് പറയുന്നതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അയാളെ കാണാൻ പോയതാ, എന്ത് കാര്യം എന്നത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയണമെന്നില്ല.
കാരണം നിങ്ങളോട് പറയാൻ കഴിയാത്തതിന് കാരണം നിങ്ങൾക്ക് അതിന് നിർദ്ദേശം പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാവാം. അപ്പം ചില ആളുകൾ അതുകൊണ്ടാണ് പറയാത്തത്. ചില ആളുകൾ നാണംകേട് കൊണ്ടാണ് പറയാത്തത്. സൈക്കോളജിസ്റ്റിനടുത്ത് പോയി എന്ന് പോലും പറയില്ല. ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പോൾ പല വീടുകളിലും നമ്മുടെ തിക് ഫ്രണ്ട്സുകൾ ഉണ്ടാവും, പല വീടുകളിലും കുട്ടികളുണ്ടാവും. ആ വീടുകളിൽ പോലും ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാതെ പോകുന്നത്, അത് ശരിക്കും ഇപ്പോൾ കുട്ടികളിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ അടുത്താണെങ്കിൽ പോലും നമുക്ക് ഓപ്പൺ ആയിട്ട് എടാ ഞാൻ ഓക്കെ അല്ല, ഞാനിങ്ങനെ ഒരു ഇഷ്യൂലാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റാറില്ല പലപ്പോഴും. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട്. പ്രശ്നങ്ങളുള്ള ആളുകൾ ബലഹീനരാണ് എന്നൊരു ധാരണ വന്നതുകൊണ്ടുകൂടിയായിരിക്കാം. പക്ഷെ പ്രശ്നങ്ങളുള്ളവർ ബലഹീനരല്ല. ആ പ്രശ്നങ്ങളെ അവർ നേരിടാൻ തുടങ്ങുമ്പോൾ അവർ കൂടുതൽ ശക്തന്മാരാകുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മളൊരു ഇഷ്യൂ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇപ്പോൾ പ്രഷർ ആയിരിക്കാം, വീട്ടിൽ നിന്നുള്ള ഇഷ്യൂസ് ആയിരിക്കും, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കും. എസ്കേപ്പ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ ആക്ച്വലി നമുക്ക് ടെമ്പററി ആയിട്ടുള്ളൊരു റിലീഫ് മാത്രമാണ് തരുന്നുള്ളൂ. അത് പിന്നെ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കാൻ ചാൻസസ് ഉണ്ട്. ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി വാലിഡ് ആണോ, വാലിഡ് അല്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. അതിനൊരു ടൈം നമ്മൾ മാറ്റി വെക്കാതിരിക്കുക, അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, തീർച്ചയായും ഞാൻ എന്നോട് ചോദിക്കുകയാണ്, മധുഭാസ്കരൻ നിങ്ങളുടെ ഒരു നല്ല ക്വാളിറ്റി പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എല്ലാ ദിവസവും ഞാൻ എന്നെ കാര്യമായി ഇൻട്രോസ്പെക്ട് ചെയ്യും. ഒരുപാട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്, ഇത് ശരിയാണോ, ഇത് നമുക്ക് ഗുണകരമാണോ, ഇത് എന്തെങ്കിലും ഇതിൻ്റെ കോൺസിക്വൻസ് നമ്മളെ ബാധിക്കുമോ, നമ്മുടെ കൂടെയുള്ളവരെ ബാധിക്കുമോ. ഈ ചിന്ത സ്വാഭാവികമായി ട്രാൻസ്ഫർമേഷനെ സഹായിക്കും. റിഫ്ലക്ഷൻ ലീഡ്സ് ടു ദ ട്രാൻസ്ഫർമേഷൻ എന്നാ പറയുക. അപ്പോൾ അങ്ങനെ ഒരു റിഫ്ലക്ഷൻ, അകത്തേക്ക് നോക്കി എന്താ അവിടെ നടക്കുന്നത് എന്ന് ഒരു തിരിച്ചറിയേണ്ടത് എല്ലാ മനുഷ്യൻ്റെയും അനിവാര്യമാണ്. ഒരു സാന്ദർഭികമായി പറഞ്ഞാൽ ഇൻട്രോവേർട്ടുകൾക്ക് അത് കുറേയും കൂടി എളുപ്പമാണ്. എക്സ്ട്രോവേർട്ടുകൾക്ക് അത് ബോധപൂർവം ഉണ്ടാക്കപ്പെടേണ്ടതാണ്. കാരണം അവരുടെ ഒരു ഓറിയന്റേഷൻ പുറത്തേക്കാണ്, ഇൻട്രോവേർട്ടുകളുടെ ഓറിയന്റേഷൻ അകത്തേക്കാണ്. അത് ഇൻട്രോവേർട്ടുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അകത്തേക്ക് ഉറപ്പായി നോക്കണം, റിഫ്ലക്റ്റ് ചെയ്യണം. യെസ്, ഞാൻ ഇതിൽ കൂട്ടി യോജിപ്പിച്ച ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം. നമുക്കിപ്പോൾ ലൈഫിൽ ഒത്തിരി പ്രഷറുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, നമുക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാവും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്, കാരണം നമുക്കറിയാം മെന്റൽ ഹെൽത്ത് ആണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റീസൺ കൊണ്ട് അത് പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആൻസൈറ്റി, പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെയിൻലി വർക്ക് പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രഷറുകൾ, അത് പറഞ്ഞു കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പം അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? നമുക്കതിന് ഒറ്റ ഉത്തരവില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാക്കുന്ന കാര്യമല്ല എനിക്ക് പ്രഷർ ഉണ്ടാക്കുന്ന കാര്യം, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം. എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ട്രിഗർ കാണും. ഈ ട്രിഗർ കണ്ടുപിടിക്കുക എന്നതാണ് അവയർനെസ് ഇസ് ഹാഫ് ക്യൂർ എന്ന് പറയും. ഞാനിപ്പോൾ അസ്വസ്ഥനാണ്, ഈ അസ്വസ്ഥതയുടെ കാരണം എന്താണ്? ഇപ്പം നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, അതാണ് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത് എന്ന് കരുതിക്കോളൂ. ഈ വാക്ക് എന്തുകൊണ്ടാണ് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത്? അപ്പൊ ഏതൊരു ട്രിഗറാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും ചില ട്രിഗറുകൾ ഉണ്ടാകും. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അസ്വസ്ഥനാകും, ചില വാക്കുകൾ എന്നെ അസ്വസ്ഥമാക്കും. ഇപ്പോൾ ഉദാഹരണം, ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ അദ്ദേഹത്തിനൊരു ട്രിഗർ ആ ബ്ലാക്ക് എന്ന് പറയുന്ന ആ കാര്യങ്ങളാണ്. അപ്പൊ രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുക എന്നതാണ്. അതായത് ആ ട്രിഗർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ആ ട്രിഗറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ബ്ലാക്ക് അങ്ങനെ മോശപ്പെട്ടതൊന്നുമല്ല, അത് സുന്ദരമായ നിറങ്ങളിലൊന്നാണ്. ഞാൻ കൂടുതൽ സുന്ദരനായിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചേഞ്ച്, ആ കാഴ്ചയിൽ, അതാണൊരു നിരന്തരമായ പരിഹാരം. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ മാറ്റാൻ പറ്റില്ല, യു അവോയ്ഡ് ദ സിറ്റുവേഷൻ എന്നാണ്. അത് താൽക്കാലികമാണ്, എന്നാൽ നമുക്ക് വേറൊരു വഴിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി നടക്കുക,
എന്നതിനാണ്. കാരണം അതൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് ഉറപ്പായി. ഈ ഒരു ടോപ്പിക് ഡിസ്കഷനിലേക്ക് എടുത്തപ്പോൾ എനിക്ക് രണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇതൊരു സ്റ്റിഗ്മ ആയിട്ട് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു, അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ബിക്കോസ് മെൻ്റൽ ഹെൽത്ത് ആണ് എല്ലാത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാറുമായിട്ടുള്ളൊരു ടോപ്പിക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവട്ടെ. ഇനി നമ്മൾ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സർ.